മസ്ജിദുൽ ഹറാമിൽ 20ഉം 3ഉം 23 റക്അത്തുകൾ നിസ്കരിക്കുന്നു. അതേക്കുറിച്ച് എന്തു പറയാനുണ്ട് എന്നാണ്. ശരിയാണ്, മസ്ജിദുൽ ഹറാമിൽ ഇന്ന് 23 റക്അത്താണ് നിർവഹിക്കപ്പെടാറുള്ളത്. പക്ഷേ മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിൽ ഇന്ന് എന്ത് നടക്കുന്നു എന്നതല്ല ഇസ്ലാമിന്റെ പ്രമാണം. ഒരു പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ഇനി വേറെ രൂപത്തിൽ വന്നു എന്ന് സങ്കല്പിക്കുക. അതുകൊണ്ട് ദീനി നിയമങ്ങൾ മാറുക ഇല്ലല്ലോ. മസ്ജിദുൽ ഹറാമിൽ 20 നിസ്കരിച്ചാലും ഇസ്ലാമിൽ 20 ആവില്ല. മസ്ജിദുൽ ഹറാമിൽ 11 നിസ്കരിച്ചതുകൊണ്ട് ഇസ്ലാമിൽ 11 കുറയുകയുമില്ല. മസ്ജിദുൽ ഹറാമിൽ 11 വിചാരിക്കുക, അത് തെളിവാക്കിയിട്ട് 11 നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ 23 എന്ന് തെളിവാക്കിയിട്ട് 23 നിസ്കരിക്കാനും പറ്റില്ല. മസ്ജിദുൽ ഹറാമിൽ സുബ്ഹിക്ക് ഖുനൂത്തില്ല, അതുകൊണ്ട് നമ്മൾ ഖുനൂത്ത് ഓതേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. മസ്ജിദുൽ ഹറാമിൽ നമസ്കാര ശേഷം ഖുതുബാർത്തന ഇല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറയുന്നതും ന്യായമല്ല. നേരെ മറിച്ച് മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ മതം പഠിപ്പിച്ച കാലത്ത് അവിടെ എന്തുണ്ട്, അതാണ് ഇസ്ലാമിൽ അടിസ്ഥാനമായി സ്വീകരിക്കാവുന്നത്. അതിനുശേഷം അവിടെ എന്തു വന്നാലും അതിനനുസരിച്ച് മതം മാറുന്ന പ്രശ്നമില്ല. നമുക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ കഅബാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഹജറുൽ അസ്വദ് അത് ഇടക്കാലത്ത് മോഷണം പോയിരുന്നു. ഇടക്കാലത്ത് ഹിജ്റ 300കളിൽ അത് മോഷണം പോയി ഷിയാക്കളായ ആളുകൾ ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയി. 20 കൊല്ലത്തിലേറെ ഹജറുൽ അസ്വദ് ഇല്ലാതെ അവിടെ ഹജ്ജ് നടന്നിട്ടുണ്ട്, തവാഫും സഅയും നടന്നിട്ടുണ്ട്. പിന്നീടാണ് അത് തിരിച്ചെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു ഹജ്ജിന് പോയ ഒരാള് ഹജറുൽ അസ്വദ് ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയില്ല, ഞാനവിടെ പോയപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഹജറുൽ അസ്വദ് ഇനി ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. തറാവീഹിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. പല കാലഘട്ടങ്ങളിൽ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും പല രൂപത്തിൽ തറാവീഹ് നമസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ട്. ആ പേരിൽ തന്നെ ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും തറാവീഹ് കഴിഞ്ഞ 1400 വർഷക്കാലം എങ്ങനെ നടന്നു എന്ന് വിവരിക്കുന്ന കിതാബുകൾ പോലും ഇന്ന് ലഭ്യമാണ്. 14 കാലത്തെ ആ ഇരു ഹറമുകളിലെ തറാവീഹിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിലൊക്കെ പരാമർശിക്കപ്പെട്ട പ്രകാരം പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ തറാവീഹ് നമസ്കാരം നടന്നിട്ടുണ്ട്. എങ്കിൽ പ്രവാചകന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത് അവിടെ എങ്ങനെ നടന്നു എന്നതാണ് പ്രധാനം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച പഠിപ്പിച്ച തറാവീഹ് ഹദീസിൽ കാണാം. പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തി, യുസല്ലി അർബഅ ലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിക്കും. അതിന്റെ ദൈർഘ്യവും അതിന്റെ സൗന്ദര്യവും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ സാധ്യമല്ല. അത്രയേറെ ദൈർഘ്യമായി സൗന്ദര്യമായി പ്രവാചകൻ ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കുമായിരുന്നു. സുമ്മ യുസല്ലി അർബഅൻ, പിന്നെയും പ്രവാചകർ 4 നിസ്കരിക്കും. ആദ്യം 4 നിസ്കരിക്കും, പിന്നെ പ്രവാചകൻ ഒന്ന് കിടക്കും, ചിലപ്പോൾ ഒന്ന് കണ്ണ് ചിമ്മും, അഥവാ ഒന്ന് മയങ്ങിപ്പോകും. ആയിഷ ബീവി ചോദിക്കും, അത്തനാമു ഖബ്ല അൻ തുതിറ, പ്രവാചകരെ വിത്റാക്കാതെ ഒറ്റയാക്കാതെ താങ്കൾ ഉറങ്ങുകയാണോ? 4 കഴിഞ്ഞ് കിടക്കുമ്പോൾ നബി തങ്ങളുടെ ഭാര്യയുടെ ചോദ്യമാണ്, അത്തനാമു ഖബ്ല അൻ തുതിറ, വിത്റാക്കുന്നതിന് മുമ്പ് നബിയെ താങ്കൾ ഉറങ്ങുകയാണോ? റസൂലുള്ളാഹിയുടെ മറുപടി, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, എന്റെ ഖൽബ് ഉറങ്ങുന്നില്ല. അമ്പിയാക്കളുടെ പ്രത്യേകതയാണത്, കണ്ണുറങ്ങും പക്ഷെ ഖൽബ് ഉറങ്ങില്ല. സുമ്മ യുസല്ലി അർബഅ, പിന്നെയും 4 നിസ്കരിക്കും. ആയിഷ ബീവി പറഞ്ഞു, നീ ചോദിക്കരുത് എത്രമാത്രം ദീർഘമായിട്ടാണ് നിസ്കരിച്ചത് എന്ന് നീ ചോദിക്കരുത്, അത് പറയാവതല്ല. പിന്നെയും നബി തങ്ങൾ ഒന്ന് കിടക്കും. അപ്പോഴും ആയിഷ ബീവി ചോദിക്കും, നബിയെ ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ? അപ്പോഴും മറുപടി, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, ഖൽബ് ഉറങ്ങുന്നില്ല. സുമ്മ യുസല്ലി സലാസ, പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് 3 നിസ്കരിക്കും. അപ്പൊ എത്രയായി? 11. ഇതാണ് നബിതങ്ങളുടെ കാലത്തുള്ള നമസ്കാരം. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമാണ് ജമാഅത്തായി നിർവഹിക്കപ്പെട്ടത്. അത് 11 ആകുന്നുവെന്ന് ചില റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട് കാണാം. ചില റിപ്പോർട്ടാവട്ടെ എണ്ണം പറയാതെ, എണ്ണം പരാമർശിക്കാതെ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു. സുദീഖുൽ അക്ബറിന്റെ കാലത്തും ഉമർ ഖത്താബിന്റെ കാലത്തുമെല്ലാം അവിടെ നിർവഹിക്കപ്പെട്ടത് 11 തന്നെയാണ് എന്ന് സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നു. പിൽക്കാലത്ത് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നബിയുടെ കാലത്തും സഹാബത്തിന്റെ കാലഘട്ടങ്ങളിലുമൊക്കെ 11 റക്അത്ത് എന്ന് പറഞ്ഞാൽ അത് ദീർഘമായ നമസ്കാരമായിരുന്നു. ആയിഷ ബീവി പറഞ്ഞല്ലോ, അത് ദൈർഘ്യം നീ ചോദിക്കരുത്, 4, 5, 6 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരം. ഉമർ ഖത്താബിന്റെ കാലത്ത് ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമുദ് ദാരിയെയും ഇമാമായി നിർവഹിച്ചിട്ട് ഉമർ ഖത്താബ് കൽപ്പിച്ചത് അൻ യഖൂമ ലിന്നാസി ബി 11 റക്അത്ത്, 11 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്റെ അൽ മുവത്ത എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ഇത്രയധികം ദീർഘമായി നിസ്കരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ദൗർബല്യം ആളുകളിലേക്ക് വന്നു. ഒന്നാകെ 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു റക്അത്ത് തന്നെ അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ ഒരു റക്അത്ത് ഒന്നാകെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ മാറിയപ്പോൾ
അവർ ക്ഷീണിക്കുമ്പോൾ സലാം വീട്ടുന്ന സിസ്റ്റം ആരംഭിച്ചുവെന്നാണ്. നിസ്കാരം തുടങ്ങും, ഖുർആൻ അങ്ങനെ ഓതും, ക്ഷീണം തോന്നിയാൽ അവിടെ വെച്ച് അവസാനിപ്പിച്ച് അവർ സുജൂദിലേക്ക് പോയി അവരങ്ങനെ സലാം വീട്ടുന്നു. അപ്പൊ ചില ദിവസം 11 ആകും, ചിലപ്പോൾ 13 ആകും, ചിലപ്പോൾ 7 ആകും, ചിലപ്പോൾ 19 ആകും. എണ്ണം അവർ പരിഗണിച്ചില്ല, ഖിറാഅത്തിനെ പരിഗണിച്ചു. ദീർഘമായി ഖുർആൻ ഓതി എണ്ണത്തെ പരിഗണിച്ചില്ല. അത്തരമൊരു ഘട്ടം ഇമാം ഷാഫി റഹിമഹുല്ലാ പറയുന്നു, ഞാൻ മക്കയിൽ 23 കണ്ടു, മദീനയിൽ ഞാൻ 36 കണ്ടു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ലാ അതിന്റെ കാരണവും പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഖിറാഅത്ത് ദീർഘിക്കുമ്പോൾ റക്അത്തിന്റെ എണ്ണം കുറയും, ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടും. എന്നാൽ വൽ അവ്വൽ അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാകുന്നു എനിക്കിഷ്ടമുള്ളത്. ഏതാ? റക്അത്തിന്റെ എണ്ണം കൂട്ടാതെ ഖിറാഅത്തിന്റെ നീളം കൂട്ടുക, അതാണ് എനിക്കിഷ്ടം. എന്നാൽ ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുകയും റക്അത്തിന്റെ എണ്ണം കൂട്ടുകയും ചെയ്തപ്പോഴാണ് ഈ എണ്ണം കൂടുതൽ വന്നത് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് പണ്ഡിതനായ ഇമാം തുർമുദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അക്സറു മാ ഖീല ഫീഹി അന്നഹു 41, കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് 41 റക്അത്താകുന്നു. ഇമാം തുർമുദി 41 റക്അത്ത് വരെ അവർ നിർവഹിക്കപ്പെട്ടത് കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉദ്ധരിച്ചു തരുന്നു. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. മാലിക്കി മദ്ഹബിൽ 36 തറാവീഹിന്റെ എണ്ണം, ഹംബലി മദ്ഹബിൽ 54 വരെയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പല അഭിപ്രായങ്ങൾ ഭാവിയിൽ വന്നിട്ടുണ്ട്. അതുപ്രകാരം ഹറമിൽ പല ഇമാമുകളും പല രൂപത്തിൽ പിൽക്കാലത്ത് നമസ്കരിച്ചിട്ടുമുണ്ട്. ഒരേ സമയത്ത് 4 ജമാഅത്തുകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഹറമുകളിൽ. മദ്ഹബിന്റെ പക്ഷപാതിത്വം കൊണ്ട് 4 മുസല്ലയിട്ട് 4 ഇമാമിനെ നിശ്ചയിച്ച് ഒരേ സമയത്ത് 4 ജമാഅത്ത്, ഒന്ന് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറഞ്ഞ് ഷാഫികൾക്ക് അവിടെ കൂടാം, ഹനഫികൾക്ക് അപ്പുറത്ത് കൂടാം. അങ്ങനെ നടന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ ഇന്നെന്തുണ്ട് നാളെ എന്തുണ്ട് എന്നതല്ല ഇസ്ലാമിലെ പ്രമാണം. മറിച്ച് പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ അവിടെ എന്ത് നടന്നു അതാണ് ദീൻ. അതിനുശേഷം വന്നത് മതത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടാവതല്ല. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്ന 20 അതിനെ കുറിച്ച് എന്തു പറയാം? അവിടെ 20 നിസ്കരിക്കുന്ന ആളുകൾ ആ ഇമാമുമാരോടും അവിടെയുള്ള പണ്ഡിതന്മാരോടും എല്ലാം ചോദിച്ചാൽ അവരൊക്കെ പറയുന്നു പ്രവാചക നമസ്കാരം 11, പ്രവാചക നമസ്കാരം 11. എന്നാൽ കൂടിയാൽ വിരോധമില്ല എന്നിടത്താണ് അവരുള്ളത്. പ്രവാചകൻ നിർവഹിച്ചത് 11, സുന്നത്തിന് സ്ഥിരപ്പെട്ടത് 11, പക്ഷെ കൂടിയാൽ വിരോധമില്ല എന്ന നയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ 20 നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇമാമിനെ കണ്ടു ചോദിക്കുക, എന്താ ഉസ്താദ് ഇവിടെ 20 നിസ്കരിക്കാൻ കാരണം? എന്താ ഉസ്താദ് പറയാം? തറാവീഹ് 20 അപ്പുറത്തെ പള്ളി 11 അവർ വെട്ടിച്ചുരുക്കിയതാണ് എന്നാ പറയാം. സുന്നത്ത് 20 പറയുകയും അതിൽ നിന്ന് 9 റക്അത്ത് ഇവർ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്ന് വാദിക്കുകയും ചെയ്യുകയും ആ 20 സവിശേഷത കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ബിദ്അത്തായി മാറി. അതിന് സവിശേഷത കൽപ്പിക്കുന്നു, അത് സുന്നത്താണ് വിശ്വസിക്കുന്നു, അതിനപ്പുറവും പറ്റില്ല ഇപ്പുറവും പറ്റില്ല. ഒരു സുന്നി പള്ളിയിൽ പോയിട്ട് 36 സ്കരിച്ചു നോക്കുക, അത് പ്രശ്നമാവും. ഷാഫി പള്ളിയിൽ പോയി 36 സ്കരിച്ചാൽ അത് പ്രശ്നമാണ്. അവിടെ 23 അപ്പുറത്തേക്കും പറ്റില്ല ഇപ്പുറത്തേക്കും പറ്റില്ല, 23 പറ്റൂ എങ്കിൽ അത് ബിദ്അത്തായി മാറുന്നു. അതേസമയം ലോകത്ത് പല നാടുകളിൽ പല രൂപത്തിൽ നിസ്കരിക്കപ്പെടുന്നുണ്ട്. അത് ഇമാം ഷാഫി പറഞ്ഞ ആ ന്യായം, റക്അത്തിന്റെ എണ്ണം കുറച്ച് ഖിറാഅത്തിന്റെ ദൈർഘ്യം കൂട്ടുന്നു ചിലരാവട്ടെ ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറച്ച് റക്അത്തിന്റെ എണ്ണം കൂട്ടുന്നു, മൊത്തം സമയം അവർ കണക്കാക്കുന്നു. പക്ഷേ വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ഒന്നാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഇമാം ഷാഫി പറഞ്ഞത്. അഥവാ സുന്നത്തിനോട് യോജിക്കുന്ന രീതി, എണ്ണം കൂട്ടാതെ ഖിറാഅത്തിന്റെ നീളം കൂട്ടി ആ സുന്നത്തിൽ തന്നെ നിൽക്കുക, അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചുവെങ്കിൽ അത് തന്നെയാണ് നമുക്കും പിൻപറ്റാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പ്രവാചക നമസ്കാരം അതാണ്, സ്വഹാബത്ത് നമസ്കാരം അതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ഔദ്യോഗിക ഇമാം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചതും 11 എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു